നടിയെ ആക്രമിച്ചത് കൊട്ടേഷനാണെന്ന് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ താനിപ്പോൾ അനുഭവിക്കുകയാണെന്ന് പൾസർ സുനി മാധ്യമങ്ങളോട്. ഇങ്ങനെ പോയാൽ തന്റെ മരണമൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റ് വരേണ്ടിവരുമെന്നും സുനിയെ തൃക്കാക്കര ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ടി.പി. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്? മറ്റ് വിവരങ്ങൾ കൂടി. സോമി, പൾസർ സുനിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ്. നേരത്തെ തൃക്കാക്കര ACP ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് സുനിയെ ഫോൺ ചെയ്യുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പേരിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചുവെന്നാണ് സുനി പറഞ്ഞത്. രാവിലെ സുനിക്ക് ശരീരവേദന അനുഭവപ്പെട്ടു. അതിനുശേഷം തൃക്കാക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായി. അതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സുനി കണ്ടപ്പോൾ താൻ എല്ലാം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തി നടത്തി താൻ അനുഭവിക്കുകയാണ്. ഇങ്ങനെ പോയാൽ മരണമൊഴി എടുക്കേണ്ടി വരും എന്ന തരത്തിലാണ് സുനി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം പൾസർ സുനി ദിലീപിനെ നേരിട്ട് വിളിച്ചിട്ടില്ല. പൾസർ സുനി വിളിച്ച നമ്പറുകളിൽ ദിലീപിന്റെ ഫോൺ നമ്പർ ഇല്ല എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, 1 വർഷത്തെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചു. പൾസറിനെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം 2 കൊട്ടേഷൻ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഒപ്പം സിനിമാ രംഗത്ത് മറ്റൊരാളിലേക്കും അന്വേഷണം നീളുന്നു. പൾസർ സുനിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. എന്നാൽ പൾസർ എല്ലാം തുറന്നു പറയുന്നില്ല, ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും ഇങ്ങനെ പോയാൽ മരണമൊഴി എടുക്കാൻ മജിസ്ട്രേറ്റ് വേണ്ടിവരുമെന്നാണ് പൾസർ സുനി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അന്വേഷണ സംഘം സുനിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഫോൺ സംബന്ധിച്ചിട്ട കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത്. പക്ഷേ സുനി പലപ്പോഴും സഹകരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, ഒപ്പം തന്നെ ഇന്നിപ്പോൾ സുനി പറഞ്ഞിരിക്കുന്നത് കൊട്ടേഷൻ കാര്യം വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് മരണമൊഴിയെടുക്കാൻ വരേണ്ടി വരും എന്ന തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മാധ്യമങ്ങളോട് തന്നെ സുനി പറയുകയുണ്ടായി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വൻ സ്രാവുകൾ തന്നെ പിന്നിലുണ്ട്, 2 ദിവസത്തിനകം തന്നെ അവരുടെ പേരുകൾ പുറത്തുവരും എന്നൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സുനി പറയുന്ന ഈ ഒരു കാര്യം കൂടി ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതായത് വലിയ തരത്തിലുള്ള ഒരു ഭീഷണി താൻ നേരിടുന്നുണ്ട് എന്നാണോ സുനി പറഞ്ഞു വെക്കുന്നത്? വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്ന് സുനി വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സുനി വലിയൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. മാത്രമല്ല, ഈ വമ്പൻ സ്രാവുകൾ ആര് എന്നുള്ള ചോദ്യം വളരെയധികം നിലനിൽക്കുമ്പോൾ തന്നെ സുനി ചില അന്വേഷണങ്ങളുമായി സഹകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സഹകരിക്കുന്നില്ല. പലപ്പോഴും സുനിക്ക് വലിയൊരു ഭയം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കോടതിയിൽ ഹാജരാക്കിയ ശേഷം സുനി പറഞ്ഞിരിക്കുന്നത്, കോടതിയിൽ ഹാജരാക്കിയ ശേഷം സുനിയെ 18 വരെ റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ സുനി പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം തന്റെ ജീവന് ഭീഷണി ഉണ്ട്, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ട നടപടിയിലേക്ക് സുനി സഹകരിക്കുന്നില്ല. കാരണം തന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്ന തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ ഇടപെടൽ വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് സുനിയുടെ അതിൽ നിന്ന് ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തരത്തിൽ, അതാണ് പ്രത്യേകിച്ച് മരണമൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റ് വേണ്ടിവരും എന്ന തരത്തിലേക്ക് വരെ സുനി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും സുനിയെ സംബന്ധിച്ച് വിശദമാക്കി ചോദ്യം ചെയ്യൽ, അതിനുശേഷമാണ് പോലീസ് ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. കാരണം അനൂപിനെയും അതുപോലെ നാദിർഷയെയും നടൻ ദിലീപിനെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇവരിൽ നിന്ന് ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ വിവരങ്ങളിലും സുനിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ, കാരണം അതിനുശേഷം മാത്രമേ അറസ്റ്റിനെ കുറിച്ച് പോലീസിന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഫോൺ കാര്യങ്ങൾ സംബന്ധിച്ച കേസിൽ സുനിയെ വിശദമായി ചോദ്യം ചെയ്യുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ശരി പ്രശാന്ത്, നടിയെ ആക്രമിച്ച കേസിൽ അതേസമയം ഒരാൾ കൂടി ഇന്ന് അറസ്റ്റിലായി. സുനിക്ക് ജയിലിൽ വെച്ച് ഫോൺ വിളിക്കാൻ ഒത്താശ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കോട്ടയം സ്വദേശി സുനിലാണ് പിടിയിലായത്. അതേസമയം സുനിയെ ചോദ്യം ചെയ്യലുമായി സുനി സഹകരിക്കുന്നില്ലെന്നും ഉത്തരങ്ങൾ മാറ്റി പറഞ്ഞ് കുഴപ്പിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നികേഷ് ചേരുന്നു. നികേഷ്, ജയിലിലെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുനിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ 5 ദിവസത്തെ കസ്റ്റഡിക്കുള്ളിൽ തന്നെ ഇന്നലെ സുനി പറയുകയുണ്ടായി, വൻ സ്രാവുകൾ തന്നെ ഇനി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തലുകൾ നൽകുകയുണ്ടായി. ഈ 5 ദിവസത്തെ കസ്റ്റഡിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ വൻ സ്രാവുകളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാമെന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ടോ? ഒപ്പം തന്നെ ചോദ്യം ചെയ്യലൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നികേഷ്,
നികേഷ് കേൾക്കാമോ? നികേഷിന് മറ്റേ ടെലിഫോൺ ലൈനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല.